ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും. വാട്സപ്പിൽ ഡേ ബൈ ഡേ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും നമ്മൾ അറിയുന്നില്ല. എന്ത് ഫീച്ചറാണ്? ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. അതായത് സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് വാട്സപ്പിൽ ഇപ്പം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 5 ഫീച്ചേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് ഒട്ടുമിക്ക പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം, പക്ഷേ അറിയാത്തവരും ഉണ്ടാവും. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് ഇൻബിൽട്ടായിട്ട് കോൺടാക്റ്റ് ബുക്ക് വാട്സപ്പിൽ വന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് പോയിട്ട് ഒരു ഫോട്ടോ കോപ്പി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് അയച്ചു കൊടുക്കേണ്ടി വരും ആ ഒരു ഫോട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരെന്താ പറയുക, അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ PDF അവർ പറയും ഒന്ന് മെയിൽ ചെയ്തോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തോ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക പേർക്കും മെയിൽ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാത്തവരായിരിക്കും. എല്ലാവരും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ വാട്സപ്പ് ഒട്ടുമിക്ക എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പാണ്. അപ്പോൾ എന്താ ചെയ്യുക, നോർമലി കോൺടാക്റ്റിൽ അവരുടെ നമ്പർ സേവ് ചെയ്യും, അതിന് ശേഷം വാട്സപ്പ് പോയിട്ട് അതിൽ ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷേ അതിന് തൊട്ട് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് വാട്സപ്പിൽ ജസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതായത് നമ്പർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഓപ്ഷൻ വരും, ജസ്റ്റ് അതുവഴി തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ സിമ്പിളായിട്ട് ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ് ഈ ഒരു വാട്സപ്പിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇപ്പോൾ വാട്സപ്പിലൊക്കെ തന്നെ വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഫിൽറ്റേഴ്സ്. ഒരുപാട് ഫിൽറ്റേഴ്സ് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് സ്നാപ്ചാറ്റിലൊക്കെ വരുന്ന ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള ഫിൽറ്റേഴ്സൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വീഡിയോ കോൾ സെക്ഷനിലും വാട്സപ്പിൽ വന്നിട്ടുണ്ട്. സോ ഇനി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം ചാറ്റ് സ്ക്രീൻ ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് ചാറ്റ് സ്ക്രീനിൽ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് അൺറീഡ് മെസ്സേജ്, അതുപോലെ തന്നെ പിന്നെ ഗ്രൂപ്പ്സ്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ എൻഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ആഡ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരോ ആൾക്കാരെയും അതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിനെ മാത്രം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പല തരത്തിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങളുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പം ഒരു ഗ്രൂപ്പാണ്, ഇപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂളത്തെ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ വന്ന മെസ്സേജ് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാട്സപ്പിൽ സ്റ്റിക്കേഴ്സൊക്കെ അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, സ്വന്തം അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മളിതിന് മുമ്പേ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്പ്, തേർഡ് പാർട്ടി ആപ്പൊക്കെ കയറ്റിയിട്ടാണ് ഈ പറഞ്ഞ സ്റ്റിക്കറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. വാട്സപ്പ് തന്നെ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷൻ വാട്സപ്പ് തന്നെ വന്നിട്ടുണ്ട്. അതായത് സ്റ്റിക്കറിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ സ്റ്റിക്കർ ചെയ്തിട്ട് ആരെ വേണമെങ്കിലും ആർക്കൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഫീച്ചറാണ്. സോ ഇനി തേർഡ് പാർട്ടി ആപ്പിൻ്റെ ആവശ്യമില്ല. വാട്സപ്പ് തന്നെ ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും സ്റ്റിക്കേഴ്സ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നീട് വാട്സപ്പിൽ വന്നൊരു മെസ്സേജിന് നിങ്ങൾക്ക് ഇമോജീസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഓൾറെഡി വാട്സപ്പിലുണ്ട്. പക്ഷേ അതൊരു 2-3-4 ഇമോജീസ് മാത്രമേ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റൂ. പിന്നീട് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമോജീസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിന് തൊട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഇമോജീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മെസ്സേജിന് വേണ്ടി റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അതിൻ്റെ എൻഡിലായിട്ടൊരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. ജസ്റ്റ് അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് റിപ്ലൈ ചറവറ വേണം കൊടുത്തോ. ഇതും അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നീട് സ്റ്റാറ്റസിൻ്റെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ സ്റ്റാറ്റസിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റൈലേ മാറിയിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പേ നമ്മളൊരു പ്രൊഫൈൽ പിക്ചർ മാത്രമായിരുന്നു ചെറുതായിട്ട് കാണുന്നുണ്ടായത്. പക്ഷേ ഇപ്പം അത് മാറ്റി ഒരു റെക്റ്റാങ്കിൾ ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പ്രൊഫൈൽ പിക്ചർ മേലെ അതിൻ്റെ താഴത്തായിട്ട് ഈ സ്റ്റാറ്റസ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അഥവാ ആരുടെങ്കിലും സ്റ്റാറ്റസ് അവർ അറിയാതെ കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് പിക്ചറൊക്കെ തന്നെ അവിടെ കാണുന്നുണ്ട്. സോ യൂസ്ഫുള്ളാണ്. അപ്പം പണ്ട് ഓൾറെഡി അത് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഒന്നും കൂടെ അത് കുറച്ചും കൂടെ വലുതായിട്ട് തന്നെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആരുടെങ്കിലും സ്റ്റാറ്റസൊക്കെ അങ്ങനെ അവർ അറിയാതെ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് തന്നെ അത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അതും അത്യാവശ്യം ഒരു ഫേസ്ബുക്കിൻ്റെ ഒക്കെ തന്നെ ലുക്ക് ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വാട്സപ്പിൽ വരാൻ വേണ്ടി പോകുന്ന ഫീച്ചറാണ്. അതായത് ഒരു വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടൈപ്പായിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലെ വരുന്നതായിരിക്കും. അതായത് വോയിസ്
ട്രാൻസ്ക്രിപ്റ്റ്. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക പേരും ടൈപ്പ് ചെയ്യാതെ സിമ്പിളായിട്ട് വോയിസ് അയച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വായിച്ച് നോക്കാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനാണ്. അതായത് വോയിസിൻ്റെ താഴത്തായിട്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് പോലെ വരുന്നതായിരിക്കും. സോ അതിപ്പോൾ അടുത്ത് തന്നെ വാട്സപ്പിൽ ഒട്ടുമിക്ക പേർക്കും അവൈലബിൾ ആയിട്ട് തുടങ്ങും. സോ അങ്ങനെ ഒരു ഫീച്ചറും കൂടെ വാട്സപ്പിൽ വരുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് വാട്സപ്പിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഒട്ടുമിക്ക പേരും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ പലർക്കും ഇത് അറിയില്ല. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് വീഡിയോ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.